ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫാഹയിലാണുള്ളത്. ഇപ്പോൾ ഫാഹയിൽ നമ്മൾ STC ഓഫീസിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലാണുള്ളത്. STC ഓഫീസ് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഇന്നൊരു സിവിൽ ID അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വന്നായിരുന്നു. അപ്പം അച്ചാച്ചൻ ജസ്റ്റ് ഫോണിന് സിവിൽ ID അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കുഞ്ഞുവാവയും കൂടെ ജസ്റ്റ് അതിനകത്തൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. അവിടെ കുറേ മൊബൈൽ ഫോൺസും അതുപോലെ കുറച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, നമ്മുടെ ഇയർഫോൺസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് അവിടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്ഡേഷനൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കുറേയേറെ തുണിയുടെ ഷോപ്സ് അവിടെ ഉണ്ടായിരുന്നു. മെയിനായിട്ടും കിഡ്സിൻ്റെ, മെയിനായിട്ട് നമുക്ക് രണ്ടും ബോയ് ബേബീസ് ആണല്ലോ, മെയിനായിട്ടും ആൺപിള്ളേരുടെ കുറേ ഡ്രസ് കളക്ഷൻസ്, അത് വെളിയിൽ നിന്ന് തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കളർഫുള്ളായിട്ട് വിബ്ജിയർ പോലെ പല കളറിലുള്ള റെഡ്, യെല്ലോ, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളർ, പല ഡിഫറെൻറ്റ് സെലക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പം ഞാൻ എല്ലാ തവണയും ഇത് ഇവാൻ ബേബിക്കൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. സമ്മറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം ഓൾമോസ്റ്റ് സ്ലീവ്ലെസ് ടൈപ്പും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മെയിനായിട്ടും നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് യെല്ലോ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് കുഞ്ഞു ആൺപിള്ളേർക്ക് ഈ പ്രായത്തിലാണ് ഈ യെല്ലോ, റെഡ്, ബ്ലൂ, വൈറ്റ് പോലുള്ള ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ പെൺകുഞ്ഞുങ്ങളെ പോലെ അവർക്ക് വേറെ കളേഴ്സ് മാത്രമുള്ളല്ലോ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സുണ്ട്. ഞങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് അതിനകത്തൂടെ ഒന്ന് 2 ഷോപ്സായിട്ടാണ് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അച്ചാച്ചനെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തൂടെ കുറച്ച് 2 കുഞ്ഞുങ്ങൾക്കുമായിട്ട് കുറച്ച് ഷോർട്ട്സും ടീഷർട്ട്സും ഒക്കെ നമ്മൾ അവിടുന്ന് ഷോപ്പ് ചെയ്ത് ഏതെടുക്കണമെന്ന് അറിയില്ലാത്ത പോലെ ആൺകുട്ടികളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ഓറഞ്ച്, ഗ്രീന്, അതുപോലുള്ള വൈബ്രൻറ്റ് കളേഴ്സ് ഭയങ്കര ഒരു മേജർ അട്രാക്ഷൻ ആട്ടോ എനിക്ക്. അവിടെ 1.5 തൊട്ട് 2 KD, 1 KD, 500 ഫിൽസ്, അങ്ങനെ പലതരത്തിലുള്ള പല വിലയിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും അതിനകത്ത് നന്നായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അതുപോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3-4 ടീഷർട്ടും ഷോർട്ട്സും ഒക്കെ എടുത്തു. പിന്നെ ഉള്ളിലേക്ക് ഒരു ഷോപ്സ് ഉണ്ട്, അത് മെയിനായിട്ട് ഫീമെയിൽസിനുള്ളതാണ്. അതിലേക്ക് കയറി അവിടെ അതുപോലെ ഇന്നർവിയേഴ്സും അത് ടീഷർട്ട്സും ഷോർട്ട്സും ജീൻസും അതുപോലെ പൈജാമ സെറ്റും എല്ലാം ഉണ്ട്. സോക്സ്, അങ്ങനെ കുറേയേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 1-2 ടീഷർട്ട്സൊക്കെ എടുത്തു. ഡെയിലി വെയറിന് പറ്റുന്ന ടീഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റഷ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുൾ ഇതൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസ്. എല്ലാം മെയിനായിട്ടും അവിടുത്തെ കളേഴ്സാണ് കേട്ടോ എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ബില്ലിങ്ങിലേക്ക് പോവാണ്. നമ്മളങ്ങനെ ബില്ല് ചെയ്ത് അവിടുന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ഇസ്താംബുൾ ഷവർമ ഷോപ്പ് കണ്ടു. അത് നേരത്തെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അനുവായിട്ട് അവിടെ, അപ്പോൾ കുറച്ചുകൂടെ ക്ലൈമറ്റ് പ്ലീസിങ് ആയിരുന്നു കേട്ടോ. ഈ സമ്മർ സീസൺ അല്ലായിരുന്നു, വിൻ്റർ ആയിരുന്നു. പക്ഷേ വെളിയിൽ ഇരിക്കുന്ന ഒരു അവൈലബിലിറ്റി ഉള്ള അവിടെ ഷോപ്പിനുള്ളിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അടുത്ത് തന്നെ ജ്യൂസ് ഷോപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ അതെന്നാണല്ലോ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പാഴ്സൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു, പക്ഷേ പിന്നെ ഓർത്ത് അവിടെ ഇരുന്ന് കഴിക്കാം, കാരണം നല്ലൊരു വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ അറബിക് ഷവർമ കട്ട് ചെയ്യുന്നതൊക്കെ വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ അവരോട് പെർമിഷനോടുകൂടി തന്നെ ഷൂട്ട് ചെയ്യുവാണ്. അവരതെല്ലാം നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് അവിടെ ഒരു കോംബോ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പെർ ഷവർമയ്ക്ക് അവിടെ 750 ഫിൽസാണ്. അത്യാവശ്യം നല്ല ഫില്ലിങ്ങും നല്ലൊരു ക്രിസ്പിനെസ്സും ഒക്കെ ഉള്ളൊരു ടൈപ്പ് ഷവർമയാണ്. വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് വെളിയിലിറങ്ങുമ്പം നമുക്കൊരു ഫുഡ് എൻജോയ് ചെയ്യുന്നതൊരു സ്പെഷ്യൽ വൈബാണല്ലോ, ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. അങ്ങനെ ഒരു 2 KDയുടെ ഒരു കോംബോ പാക്കാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനകത്ത് 2 ഷവർമയും കുറച്ച് ഫ്രൈസും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോസും മയണൈസും
എല്ലാം കൂടെ അടങ്ങിയൊരു കോംബോയാണ്. പിന്നെ നമുക്ക് 2 ഡ്രിങ്ക്, അത് നമ്മുടെ ചോയ്സാണ്. ഞങ്ങൾ പെപ്സിയാണ് വാങ്ങിയത്. അങ്ങനെ അവരെ പ്ലേറ്റ് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അവർ ആ ഷവർമ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പ്ലേറ്റാണ് ഇപ്പോൾ റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേറെ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം കുറച്ച് സാലഡ്സും നമ്മുടെ 2 ഷവർമയും കുറച്ച് ഫ്രൈസും എല്ലാം ആയിട്ട് ഹോട്ട് മീൽ വന്നു. അങ്ങനെ ഞങ്ങൾ വളരെ അധികം ഇഷ്ടപ്പെട്ടു, അത് എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ അധികം താമസിക്കാതെ ഞങ്ങൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് എത്രയും വേഗം ഫുഡ് എൻജോയ് ചെയ്തതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോരുവാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു എല്ലാവരും.